ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്കൊക്കെ ഒരു വല്ലാത്തൊരു ധാരണ ഉണ്ട്. നമ്മൾ ഇങ്ങനെ കൂടുതൽ സംസാരിക്കുമ്പോഴാണ് നമുക്ക് കസ്റ്റമറെ കിട്ടുന്നതെന്ന്. അങ്ങനെ ധാരണയുള്ള ആൾക്കാരൊന്നും കഴിയുമെങ്കിൽ നമ്മളിങ്ങനെ അവരോട് കൂടെ സംസാരിച്ച് പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറയുമ്പോഴാണ് നമുക്ക് കസ്റ്റമർ കൂടുതൽ കിട്ടുന്നത്. നിങ്ങൾക്ക് ആർക്കും ധാരണയില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചേ സംസാരിക്കുകയുള്ളൂ, ആവശ്യത്തിന്. ഓക്കെ, ശരിക്കും ഒരു സെയിൽസ് ക്ലോസർക്ക് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ലിസണിങ് സ്കില്ലാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്കൊരു കസ്റ്റമർക്ക് ഒരു സാധനം, ഇപ്പോൾ കടയിലൊക്കെ പോയാൽ നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ കൂടെ നടക്കുന്ന ഈ ക്രെഡിറ്റ് കാർഡിൻ്റെ ആളുകളല്ലേ, നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത്, മാളിലൊക്കെ പോകുന്ന സമയത്ത് അവർ നമ്മളെ പിന്നാലെ നടക്കും. എന്നിട്ട് അവർ ഒരുപാട് ഈ കാർഡിൻ്റെ ഗുണത്തിനെ പറ്റിയിട്ടും അതിൽ നിന്ന് കിട്ടുന്ന അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടും ബെനിഫിറ്റിനെ പറ്റിയിട്ടും നമുക്ക് എന്ത് ചെയ്യും, നമ്മളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കാർഡ് എടുക്കുമോ? ഇല്ല. നമ്മൾ അല്ലാത്തൊരവസ്ഥയിൽ ഇപ്പോൾ നമ്മളൊരാൾ കോൾ ചെയ്യുക, ഇങ്ങോട്ട് കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവരെ പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. ആ കേൾക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പ്രശ്നം എന്താണോ അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും. ആ സൊല്യൂഷനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, ആൾ നമ്മുടെ അടുത്ത് നിന്ന് മേടിക്കും. അപ്പോൾ ഒരു സെയിൽസ്മാന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് സംസാരിക്കാനുള്ള കഴിവല്ല, കേൾക്കാനുള്ള കഴിവാണ്. ദൈവം തന്നെ നമുക്ക് ഇത്ര ചെവി തന്നിട്ടുണ്ട്, 2. ഇത്ര നാവുണ്ട്, 1 ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം തന്നെ എന്താ, കുറച്ച് സംസാരിച്ച് നമ്മൾ കൂടുതൽ കേൾക്കണം എന്നുള്ള. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ സെയിൽസിൽ നിങ്ങൾ കസ്റ്റമറെ കേൾക്കാൻ വേണ്ടി ഒന്നും കൂടി തയ്യാറാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴുള്ള ബിസിനസ്സിൻ്റെ ഡബിൾ ബിസിനസ് ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ കസ്റ്റമറെ അങ്ങോട്ട് കേൾക്കാൻ തയ്യാറാകുമ്പോൾ അവർ നമ്മളുടെ അടുത്തേക്ക് എന്ത് ചെയ്യും, ഒരു പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കുറച്ച് സംസാരിക്കും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിന് വേണ്ടിയിട്ട് 1 2 ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഒരാളെ സംസാരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഗുണം എന്താ, ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. പിന്നെ ആര് സംസാരിച്ചോളൂ, ആ ചോദ്യങ്ങൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇപ്പം ടിക്കറ്റിങ്ങിലാണെങ്കിലും വിസയിലാണെങ്കിലും ഒരു കസ്റ്റമർ വിളിക്കുന്ന സമയത്ത്, ഒരു ക്ലയൻറ്റ് വിളിക്കുന്ന സമയത്ത് അവരോട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകൾ നമ്മളുള്ളിൽ ഉണ്ടാവുകയും ആ ക്വസ്റ്റ്യൻസുകൾ മാത്രം ചോദിക്കുകയും ബാക്കി അവർ പറയുന്ന ഒക്കെ കേൾക്കുകയും ആ കേട്ടതിൻ്റെ സൊല്യൂഷനായിട്ട് നമ്മുടെ സർവീസിനെ വെച്ച് കൊടുക്കാൻ പറ്റുകയും ചെയ്താൽ മതി. അങ്ങനെയാകുമ്പോൾ എന്തായി, നമുക്ക് ഏറ്റവും നന്നായിട്ട് നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇതും നെഗോഷിയേഷൻ്റെ ഭാഗമാണ് എന്ത്, ലിസണിങ് സ്കില്ല് എന്ന് പറഞ്ഞാൽ. ഓക്കെ, 1 2 3